സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ദൈവം സ്നേഹമാണ്. നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചതായിരുന്നു. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് ലേഖനം 1 കൊരിന്തോസ് 13 സ്നേഹം സർവോത്കൃഷ്ടം, എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും എല്ലാം സൃഷ്ടിച്ച് ഏറ്റവും ഒടുവിൽ നമ്മെ സൃഷ്ടിച്ചു. ഇതെല്ലാം നമുക്ക് വേണ്ടി നൽകി. ലോകത്തിൽ കാണുന്ന എത്രയോ മനോഹരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹ സമ്മാനമാണ്. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവെന്ന്. അതിനാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്കുള്ള ലേഖനം 1 അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മോടുള്ള സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന്. നമുക്ക് പ്രിയപ്പെട്ടവർ നമുക്ക് നൽകിയ ചില സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളത് ഇടയ്ക്ക് കാണുമ്പോൾ ഓർക്കും അവരുടെ നമ്മോടുള്ള സ്നേഹം. മക്കളായിരിക്കാം, കുടുംബാംഗങ്ങളായിരിക്കാം, സ്നേഹിക്കുന്നവരായിരിക്കാം. അവർ നമുക്ക് നൽകിയ ആ സ്നേഹ സമ്മാനം, അത് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കുക, സ്നേഹം വീണ്ടും പുതുക്കുമുള്ളിൽ, എന്നാലും അവരെന്നെ സ്നേഹിക്കുന്നു. ഇപ്പം ദൈവം നമ്മളോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നുവെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഇത്രയും മനോഹരമായ ഈ പ്രപഞ്ചം അല്ലേ. നമ്മളെപ്പോഴും അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു അല്ലേ. പ്രപഞ്ചം മുഴുവനും അമ്പരമനവരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ പിതാവായ ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്ര മനോഹരമായതെല്ലാം നമുക്ക് വേണ്ടിയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ സ്നേഹം പലപ്പോഴും തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ പോകുന്നു. ദൈവസ്നേഹമാണെന്ന് പറഞ്ഞാലും ആർക്കറിയാം അല്ലേ. നമ്മൾ പറയും, എനിക്ക് വലിയ അനുഭവമൊന്നുമല്ല, ദൈവസ്നേഹമാണെന്ന് പലരും പറയും. കാരണം നമ്മളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ അല്ലെ സാത്താൻ്റെ പ്രവർത്തനം മൂലം ദൈവത്തിൽ നിന്നും വളരെ ദൂരെ അകറ്റപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. പറുദീസായിൽ നിന്നും വളരെ ദൂരേക്ക് പാപത്തിൻ്റെ, മരണത്തിൻ്റെ, വേദനയുടെ, രോഗത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ഞെരുക്കങ്ങളുടെയൊക്കെ അവസ്ഥയിലാണ് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത്. തിരിച്ചു നാം ദൈവസ്നേഹത്തിൻ്റെ പറുദീസായിലേക്ക് ഒരിക്കൽ ആത്മാവിൽ പ്രവേശിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ നമ്മളെ ഒരു കണ്ണും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും ഒരിക്കലും കേട്ടിട്ടില്ലാത്തതുമായ, മനുഷ്യഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ ഒരു നിത്യസ്നേഹത്തിലേക്ക് നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ എല്ലാ കഷ്ടതകളും ഉള്ളപ്പോഴും നമ്മൾ അറിയേണ്ടത് ദൈവം പരിശുദ്ധനായതുകൊണ്ട് അല്ലേ. ദൈവം പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്. അവിടുന്ന് തീജ്വാലയാണ്. അവിടുന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കരങ്ങളിലെടുത്താൽ നമ്മൾ ചാമ്പലായി പോകും. ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മളെ കരങ്ങളിലെടുക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ. പക്ഷേ സാധിക്കുകയില്ല. കാരണം നമുക്കറിയാം, പുറപ്പാട് 19 നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവം അവരെ മോശയുടെ നേതൃത്വത്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ദൈവമായ കർത്താവ് പറയണം, എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണണം. മോശയോട് പറയാണ്, എനിക്ക് എൻ്റെ മക്കളെ. പക്ഷേ അവര് അത്രമാത്രം അശുദ്ധിയിലാണ്. 440 വർഷം ഈജിപ്തിലെ അടിമത്തിൽ കിടന്ന് ദൈവത്തെ മറന്നുപോയ അവര്. പക്ഷെ ഞാനൊരിക്കലും അവരെ മറന്നിട്ടില്ല. അത്ഭുതകരമായ പ്രവൃത്തി കൊണ്ട് അവരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സീനാമലയുടെ മുകളിൽ ദൈവം ഇറങ്ങി വന്നു. അവിടെ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഒക്കെ ആയിട്ട് മഹാശബ്ദത്തോടെ ഇറങ്ങി വരുമ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ കാണണം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, അവർ അശുദ്ധരാണ്. അവരിപ്പോൾ എൻ്റെ അടുക്കിലേക്ക് ആരെങ്കിലും, ഞാൻ മലയുടെ മുകളിൽ ഇറങ്ങി വരുമ്പോൾ, ആത്മാവിൽ ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും എന്താണെന്ന് അറിയാൻ എന്നെ കാണാൻ ആ മലയുടെ മുകളിലേക്ക് കയറി വന്നാൽ അവർ മരിച്ചു പോകും. എന്നാൽ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയും, നമ്മൾ നാട്ടിലൊക്കെ കാണാം, ഇവിടെയല്ലേ വലിയ ഇലക്ട്രിക് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റും ഒരു വേലി കെട്ടിയിട്ട് അതിലൊരു ബോർഡ്, അല്ലെ ഒരു തലയോട്ടി 2 എല്ലും ഇങ്ങനെ കുറുകെ വെച്ചിട്ട് അപായം എന്നെഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക് ലൈനിൽ നമ്മൾ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. അത്രമാത്രം ശക്തമാണ് അത്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്.
നമ്മുടെ ഈ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം മിടിക്കുന്ന ചെറിയൊരു ഇലക്ട്രിക്കൽ പൾസ് കൊണ്ടാണ് നമ്മുടെ ഹൃദയം തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം നൽകിയ അല്ലേ നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളും നമ്മുടെ ബാറ്ററി ഇട്ട് നമ്മൾ പലതും പ്രവർത്തിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയം മിടിക്കുന്നു, നമ്മുടെ ശ്വാസകോശം അതിങ്ങനെ പ്രവർത്തിക്കുന്നു. എല്ലാ ആന്തരിക അവയവങ്ങളും നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാം ദൈവവചനത്താൽ ദൈവം നടത്തുകയാണ്. എന്നാൽ നമുക്കറിയാം നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് 11 kV ലൈനിൻ്റെ അടുത്ത് പോയി അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വളരെ വളരെ മൈന്യൂട്ടായ ഇലക്ട്രിക് പൾസ് കൊണ്ട് തുടിക്കുന്ന ഈ ഹൃദയം, അതിലേക്ക് 11 kVയുടെ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അതിൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങനെ സ്പന്ദിക്കുന്ന പേശികളൊക്കെ ഉണ്ടല്ലോ മരവിച്ചു പോകും, ഹൃദയം നിന്നുപോകും. ഇലക്ട്രിക് ഷോക്കിൽ ഹൃദയം നിന്നുപോകും. നമുക്കിപ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ആ ചെറിയ പൾസ് അത് ഡെഫിബിൾ അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തെ ക്രമീകരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ ഈ വളരെ 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 മൈന്യൂട്ടായ നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ആ പൾസ് കൊണ്ട് അല്ലെ ആ ഇലക്ട്രിക് പൾസ് കൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ അതിൻ്റെ പേശികൾ ഇങ്ങനെ മിടിക്കുമ്പോൾ ഹൃദയം മിടിക്കുന്നത് കൊണ്ടാണ്. അതിലേക്ക് 11 kVയുടെ അല്ലെങ്കിൽ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ ഒരു കുറേ നേരത്തേക്ക് വരുവാണെങ്കിൽ ഹൃദയം പെട്ടെന്ന് ആ ഹൃദയത്തിൻ്റെ മസിലുകൾ മരവിച്ചു പോകും, അത് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ മരണം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ ആളല്ല, പക്ഷേ മനസ്സിലാക്കണം ആ രീതിയിൽ. അപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ പരമപരിശുദ്ധനാണ് അല്ലേ, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് ദൈവത്തിൻ്റെ ഇലക്ട്രിസിറ്റി പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ഇപ്പോൾ നമ്മൾ പാപത്തിലായിരിക്കുമ്പോൾ നമ്മളിലേക്ക് 11 kV വരുന്ന പോലെയാണ് പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ തകർന്നു പോകും, പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ടാണ് തിരുസഭയിലൂടെ ഞാൻ പറയും കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മളിൽ അശുദ്ധിയൊക്കെ എടുത്തു മാറ്റിയിട്ട് ദൈവം തന്നെ ആത്മാവായി നമ്മുടെ ഉള്ളിലേക്ക്. അന്ന് സീനായ് മലയുടെ മുകളിൽ തീജ്വാലയായി ഇറങ്ങി വന്നവൻ മലയ്ക്ക് ചുറ്റും വേലി കെട്ടുവാനായിട്ട് മോശയോട് ആവശ്യപ്പെട്ട ആ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ അശുദ്ധി നമ്മുടെ പാപങ്ങളും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിക്കുരിശിൽ തൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശിലെ മരണം മുമ്പ് ഞാൻ പറഞ്ഞ 11 kV അടിച്ചതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്ക് നൽകാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിക്കും നമുക്കും ഇടയിൽ നിന്ന ഒരു അനുഭവമാണ് യേശുവിൻ്റെ മരണം എന്ന് ഞാൻ പറയും. നമ്മുടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം കടന്നു വരാനായിട്ട് നമ്മൾ മരിക്കാതിരിക്കാൻ ആ ഷോക്ക് മുഴുവനും അവൻ്റെ മേലെ ഏറ്റെടുത്തു. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ മുഴുവനും ശിക്ഷയും അവൻ ഏറ്റെടുത്തു. അപ്പൊ ഇന്ന് അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിക്കുകയാണ്. ഇന്ന് നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ ദൈവ ആത്മാവ്, ഈ ശക്തനായ ദൈവം, പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്ന ദൈവം ആത്മാവായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു അനുഭവം അല്ലെ. നമ്മുടെ ആത്മാവിലുള്ള ആ തുടിപ്പ്, ആത്മാവിൻ്റെ ജ്വലനം എന്നൊക്കെ പറഞ്ഞതാണ്. നമ്മുടെ ആത്മാവ് ജ്വലിക്കുന്നത് ഏറ്റവും ദൈവ സ്നേഹമാണ്. നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ ജ്വലിക്കുകയാണ് ദൈവസ്നേഹത്താൽ. വിശുദ്ധ അൽഫോൻസാമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ ഈശോയെ നിന്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ആ സ്നേഹാഗ്നി ജ്വാലയിലെ അതിലൊരു തീപ്പൊരി ആകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണം, അല്ലെ എന്നെ വിശുദ്ധീകരിക്കണം. നമ്മളിത് അറിയണം. ഇന്ന് ആഗോള സഭയിലെ വചനങ്ങളൊക്കെയും നമ്മളോട് ഈ സ്നേഹം നമ്മളിൽ നിറച്ചുകൊണ്ട് നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഓർപ്പിക്കുക. പൗലോസിലെ 1-ാമത്തെ വായനയിൽ 1 കൊരിന്തോസ് 15 ക്രിസ്തുവിന്റെ ഉത്ഥാനം എന്ന് പറയുമ്പോൾ അത് പറയാണ്, നമുക്ക് വേണ്ടി കാൽവരിയിൽ നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാനായിട്ട് തൻ്റെ ശരീരം അർപ്പിച്ച് കാൽവരിയിൽ നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ. അന്ന് സീനായ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന് ഒരുപാട് ഇടപെടാൻ പറ്റാതെ മലയ്ക്ക് ചുറ്റും വേലി കെട്ടണമായിരുന്നെങ്കിൽ
യേശുവിൻ്റെ കാൽവരിയുടെ കുരിശിലെ സമയത്ത് ആ വേലി പൊളിച്ചു കളഞ്ഞതാണ്. ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി. അതിവിശുദ്ധ സ്ഥലം എന്ന് പറയപ്പെടുന്ന ആ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശിക്കാൻ പറ്റാതിരുന്നിടത്തേക്ക് യേശു ക്രിസ്തു മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചു. അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പ്രതീകമാണ്. പർദീസായിലേക്ക്, നിത്യതയിലേക്ക് അവന്റെ മരണം മൂലം നമുക്ക് വാതിൽ തുറന്നു തന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമ്മളത് അറിയണം. പറയുള്ളൂ ഇത് പറയുമ്പോൾ ഹൃദയം ജ്വലിക്കണം. അല്ല, ഈ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിക്കുക. അതുകൊണ്ട് അത് പറയുന്നത് എൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം പിടികിട്ടുക അല്ലേ. ദൂതന്മാരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഹല്ല ഏൽ യാഹുവ, ഹല്ല ഏൽ യാഹുവ, അതാണ് ഹല്ലേലൂയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വെളിപാട് നമ്മൾ വായിക്കുന്നുണ്ട്. സർവശക്തനും എല്ലാ അധികാരവും ആരാധനയും എല്ലാ പുകഴ്ചയും ബഹുമാനവും മഹത്വവും സ്വീകരിക്കാൻ യഹോവയായ ദൈവമേ നീ യോഗ്യനാണെന്നാണ് വാക്കിന്റെ അർത്ഥം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അത് പറയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ദൈവസ്തുതി. ഇപ്പം മാലാഖമാര് നിരന്തരം ഏറ്റുപറയുന്ന വാക്കാണത് അല്ലെ. ഹല്ലേലൂയ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ ഹൽ ഏൽ യാഹുവ, യഹോവയായ ദൈവം അല്ലെ. ഏൽ 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 ലമാന സബക്കത്താനി എന്ന് യേശു എന്റെ ദൈവമേ എന്റെ ദൈവമെന്ന്. ഏൽ ഏൽ ഹല്ല ഏൽ യഹോവ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ആത്മാവിൽ നിന്നും നിരന്തരം ഉയരേണ്ട ഒരു പ്രാർത്ഥനയാണ്, സ്തുതിപ്പാണ്. ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോഴാണ് നമുക്കതിന് സാധിക്കുക. പലപ്പോഴും സാധിക്കാറില്ല. കാരണം എന്താ? സാത്താൻ നുണ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുക, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ, എന്തെല്ലാം കാര്യങ്ങളാണ് എണ്ണി സാത്താൻ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവം സ്നേഹം മാത്രമാണ്. ദൈവം ഒരിക്കലും നമ്മളാരും ശിക്ഷിക്കപ്പെടാൻ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടും രോഗങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും രോഗങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? നമ്മൾ അതിലൂടെ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് ഇനിയും കടന്നു വരാനായിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയാം കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ഞാൻ പറയില്ലേ, സഹനസഭയിലുള്ളവര് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ആ സഹനസഭയിൽ നിന്നും ദൈവസന്നിധിയിലെ മാതാവ് ഫാത്തിമ പ്രാർത്ഥനയിൽ നമ്മൾ ജപമാലയ്ക്കിടയിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും അങ്ങയുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കണേ. ആത്മാക്കളെ മരിച്ചുപോയവരാണ് ആത്മാക്കളും. ഇപ്പൊ സഹനസഭയിലുള്ളവരെ വിജയസഭയിലേക്ക് എത്രയും വേഗം പ്രവേശിപ്പിക്കണമെന്ന് സമരസഭയിലുള്ള നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് വലിയൊരു മേഖലയാണ് പറയുള്ളവരെ. ഇതറിയാത്തത് കൊണ്ടാണ് പലരും വളരെ ലാഘവത്തോടെ എന്തോ കാണുന്നത്. നമുക്കറിയാം, ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം ഈ സ്വർഗത്തിലേക്ക് തിരികെ പോയിട്ട് അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് മനുഷ്യന്റെ ഉള്ളില് ദൈവത്തിന് വസിക്കാനുള്ള ഒരു സംവിധാനം യേശു കാൽവരിയിൽ തന്റെ ശരീരം അർപ്പിക്കുന്നതിലൂടെ സാധ്യമാക്കിയതിനു ശേഷമാണ് യേശു പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയത്. എന്നിട്ട് അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ യേശു നാമത്തിൽ വിശ്വസിച്ച് കാത്തിരുന്ന അപ്പസ്തോലപ്രവർത്തനങ്ങൾ 1, 2 അധ്യായം വായിക്കുമ്പോൾ കണ്ടിട്ട് 120ഓളം പേര് പരിശുദ്ധ അമ്മയോടുകൂടെ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആ സമൂഹത്തിലേക്ക് അന്ന് സീനായ മലയിൽ ഇറങ്ങി വന്ന തീയായ ദൈവം അപ്പസ്തോലപ്രവർത്തനം 2 കാണുന്നു. തീജ്വാല പോലെ, ഗോളം പോലെ അവർ നിന്ന മുറിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അത് പല ശാഖകളായി തിരിഞ്ഞിട്ട് ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിൽ ഒരു നാവ് പോലെ തീജ്വാല വന്നിട്ട് അത് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പുറപ്പാട് 19 മലയ്ക്ക് ചുറ്റും വേലി കെട്ടണമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ യേശു ക്രിസ്തു പറയാണ്, ഇതാ ആ തീ നിങ്ങളുടെ ഉള്ളിലേക്ക്, ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുവാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. ലൂക്കായിൽ പറയുന്നുണ്ട്, യേശു പറഞ്ഞു, നിങ്ങളാരും ഈ പട്ടണം വിട്ടുപോകരുത്, നിങ്ങളാരും ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവിൻ. ഇന്നും അത് തുടരുകയാണ്. ഞാൻ പറയും, നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുക. അതുകൊണ്ട് വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ
ദാനങ്ങളൊന്നാണ് വിശ്വാസം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളപ്പോഴാണ് നമുക്ക് വിശ്വാസം. ഇല്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ സ്നേഹം ഇതിലൊക്കെ ചിന്തിക്കണം. സ്നേഹം നിറച്ചാലാണ് ദൈവത്തെ നമ്മുടെ ഉള്ളിലായിരിക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ പല വചനങ്ങളും നമ്മൾ ചിലതൊക്കെ ഇഷ്ടമാണ്, ചിലതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ തള്ളിക്കളയും. പ്രത്യേകിച്ച് പുറപ്പാട് 20 10 കൽപ്പന നൽകിയെടുത്തൊരു വചനം പറയുന്നുള്ളൂ, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് അവരുടെ മക്കളെ 3 4 തലമുറ വരെ ശിക്ഷിക്കുന്ന അസഹിഷ്ണുമായ ദൈവമാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവരുടെ 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കുന്നൊരു വാഗ്ദാനമുണ്ട്, ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് ദൈവം. ഈ 4 തലമുറ വരെ ശിക്ഷിക്കുക എന്നുള്ള വാക്ക് അത് പഴയ നിയമത്തിന്റെ ശൈലിയാണ്. ശിക്ഷിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് അത് ശിക്ഷണം എന്നാണ് കാണേണ്ടത്. അതായത് ദൈവം ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരും രക്ഷപ്പെടാനായിട്ട്, ഒരാൾ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 6:39 ഈശോ പറഞ്ഞു, ഒരുവൻ പോലും നഷ്ടപ്പെട്ടിട്ട് പോകാതെ. അപ്പൊ തിരുസഭയിൽ നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചു, തിരുസഭ നമ്മൾ യേശുവിന്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ യേശുവിന്റെ ശരീരമാണ് നമ്മളുടെ ശരീരം. ഇന്ന് നമ്മളുടെ സഹനങ്ങൾ യേശുവിന്റെ സഹനത്തിന്റെ ഭാഗമാണ്. കാരണം വി ആർ ഇൻ ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ ശരീരം എന്താ പൗലോസ് പറഞ്ഞു 1 കൊരിന്തോസില് 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്വന്തം അല്ല. എനിക്ക് എൻ്റെ ഈ ശരീരം എൻ്റെ ഇഷ്ടം പോലെ അല്ലേ. ഇന്ന് അമേരിക്കയിൽ അബോർഷന് വേണ്ടി വാദിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നത്, എൻ്റെ ശരീരത്തിൽ ഒരു സ്ത്രീ പറയാണ് ഞാൻ അതേക്കുറിച്ച് വാദിക്കുന്നത്. പല മേഖലകളൊക്കെ ഉണ്ട്, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാണ്. പക്ഷേ ദൈവമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, പുരുഷനും സ്ത്രീയും കൂടെ അല്ല. കാരണം പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ഇവിടെ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്താ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ ഒരു മനുഷ്യക്കുഞ്ഞിനെ ഇഷ്ടം പോലെ അവനെ കൊന്നു കളഞ്ഞ് വലിച്ചെറിയാമെന്ന് പറയുമ്പോൾ ദൈവത്തെ തള്ളിക്കളയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മളൊക്കെ, ഞാൻ പറയും, മനുഷ്യരായ നമ്മൾ ഒരു കാലത്ത് അതേക്കുറിച്ചൊന്നും അറിവില്ലാത്തവരായിരുന്നു. ഇതൊക്കെ അറിയാതെ സാത്താൻ മനുഷ്യനെ ഇന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഹെരോദോസിന്റെ മനസ്സിൽ ദേഷ്യവും വൈരാഗ്യം തോന്നി അനേക മനുഷ്യ കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്തു യേശുവിനെ ഇല്ലാതാക്കാൻ. ഇന്നും അത് തുടരുകയാണ്. യേശു ക്രിസ്തു അനേക മനുഷ്യ ജീവിതങ്ങളുടെ ഈ ലോകത്തിൽ വെളിപ്പെടാനുള്ള ക്രിസ്തുവിന്റെ സ്നേഹം അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് സാത്താൻ ഇന്ന് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ മനുഷ്യ കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കൊല്ലാൻ, ദൈവരാജ്യം ഇല്ലാതാക്കാൻ. നമ്മൾ അറിയണം പ്രിയമുള്ളവരെ, നമ്മളറിയണം. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ, രാഷ്ട്രീയ പാർട്ടിക്കാരെ പിന്തുണയ്ക്കുമ്പോഴൊക്കെ നമ്മൾ അറിയണം, ദൈവം ഇത് ചെയ്യില്ല. ദൈവം ഒരിക്കലും അത് ചെയ്യില്ല. ദൈവം ഒരിക്കലും ചെയ്യില്ല. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ എനിക്ക് ആത്മീയതയുണ്ട്, ദൈവസ്നേഹമുണ്ട്. അതുകൊണ്ട് പറയാണ്, നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കുറേ നേട്ടങ്ങളൊക്കെ പല രാഷ്ട്രീയക്കാരും തന്നേക്കാം, പക്ഷെ ദൈവവചനം ആര് പാലിക്കുന്നു? ദൈവത്തിന്റെ വചനം ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലേ, എല്ലാ മനുഷ്യനും പാപം ചെയ്യുന്നവരാണ്, ആരും പാപം ചെയ്യാത്തവർ. പക്ഷെ ആ പാപത്തെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന മനുഷ്യൻ, ദാവീദ് പോലും പാപം ചെയ്തിട്ട് തിരിച്ചു വന്ന മനുഷ്യനാണ്, നമുക്കറിയാം. ഇന്നും ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ വെല്ലുവിളിക്കാതെ ദൈവത്തെ എളിമപ്പെട്ട് നിൽക്കുന്ന ദൈവം അവിടെയാണ് അനുഗ്രഹിക്കാൻ പോകുന്നത്. എനിക്ക് പറഞ്ഞ സാന്ദർഭികമായി ഇടയ്ക്കൊന്ന് പരിശുദ്ധാത്മാവിന്റെ ചിന്ത ഉള്ളിലേക്ക് തന്നുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ചിന്ത ഇതാണ്, സ്നേഹത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കണം അല്ലേ. ഇന്ന് പൗലോസ്ലീഹ പറയുകയാണ്, ഇങ്ങനെ വായിച്ചൊരു 1 കൊരിന്തോസ് 15 പറയുകയാണ്, സഹോദരൻ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും, ഇതെല്ലാം എഴുതപ്പെട്ടിരുന്നതാണ്, എല്ലാം പ്രവചനങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പത്രോസിനും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്നത്തെ കാലത്ത് പറയാണ് എഴുതുമ്പോൾ. പിന്നീട് അവൻ
യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാല ജാതന് എന്ന പോലെ. കാരണം കർത്താവിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂളായിരുന്ന ക്രിസ്തീയ സഭ ഉണ്ടായിക്കഴിഞ്ഞിട്ട് അന്ന് സഭ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് ചോദിച്ചുകൊണ്ട് ഡമാസ്കസിലേക്ക് പോകുന്ന ആ സാവൂളിനോട് ഇടപെട്ട അനുഭവമാണ് ഇപ്പോൾ സാവൂൾ പൗലോസായി മാറിയ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഏറ്റവും ഒടുവിൽ അകാല ജാതന എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. അല്ലെ, ഇന്ന് നമ്മൾ പറഞ്ഞു, ഇന്നും പറയാണ്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ നമുക്ക് മുമ്പിൽ ദൈവത്തിനും നമുക്ക് ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കോപവും നമുക്കെതിരെ വരാനിരുന്ന സകല ശിക്ഷയും ദൈവനീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്നില്ല. പറഞ്ഞ 11 kV ലൈന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ മരിക്കാതിരിക്കാൻ ഒരു ഇൻസുലേഷൻ പോലെ യേശു ഇടയ്ക്ക് നിന്നുകൊണ്ട് അവൻ മരിച്ചു, നമ്മളിന്നും ജീവിക്കുന്നു. അവൻ നമ്മുടെ ഉള്ളിൽ വിശുദ്ധി, നമ്മുടെ സകല അശുദ്ധി എടുത്തു മാറ്റി നമ്മുടെ ഉള്ളിലേക്ക് ആ സർവശക്തിയായ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാനുള്ള ഒരു സംവിധാനം യേശു ഒരുക്കി തന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നിട്ടാണ് പെന്തക്കോസ്ത് നാളിൽ ആ പരിശുദ്ധാത്മാവിനെ പറഞ്ഞ പോലെ പുറപ്പാട് 19 സീനാമലയിൽ ഇറങ്ങി വന്ന അതേ ദൈവമാണ് തീജ്വാലയായ അപ്പോസ്തലർ 2 ശിഷ്യന്മാരുടെ മേൽ വന്ന് നിറഞ്ഞെന്ന് തിരുസഭയിൽ ഈ 11 kV വോൾട്ട് പോലെ പരിശുദ്ധാത്മ ശക്തി എന്ന് വ്യാപരിക്കുകയാണ്. ആര് വിശുദ്ധിയിൽ ജീവിക്കുന്നു അവരിലേക്ക് അത് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് അവിടെ അത്ഭുതങ്ങളും അടയാളം നടക്കും. നമ്മൾ അത് എന്താണ് ഭയങ്കര സംശയം, ഭയങ്കര അതിശയ അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ ഈ കാണുന്ന ഈ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ചുമ്മാ അതൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് സ്വിച്ച് ഓൺ ആയാൽ അത് എന്തെല്ലാം അത്ഭുതങ്ങൾ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി കൊണ്ടൊന്ന് വർക്ക് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ചുമ്മാതാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളുടെ ഉള്ളിലേക്ക് ഈ ദൈവിക ശക്തി ഒന്ന് കടന്നു വരാൻ അനുവദിച്ചാൽ, അല്ലേ, അടയാളങ്ങൾ നമ്മൾ മർക്കോസ് 16 വായിച്ചു. കർത്താവായ യേശു അവരോടുകൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയും തൻ്റെ വചനങ്ങൾ സ്ഥിരീകരിച്ചു എന്നാണ് മർക്കോസ് 16:20 പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അതേപോലെ തൊട്ടാൽ കറണ്ട് അടിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളതിലേക്ക് ഫാൻ പ്ലഗ് ഇൻ ചെയ്താൽ എന്തെങ്കിലും അതിശയകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ഉള്ളത് പ്രവർത്തിക്കുന്നത് പോലെ ഈ ദൈവിക ശക്തി നമ്മളിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും, അല്ലെങ്കിൽ നമ്മളിലൂടെയും സംഭവിക്കും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ. കാരണം അത് നമ്മുടെ ആരുടെയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, അത്രമാത്രം യേശുവിനെ എത്രമാത്രം വെറുത്തിരുന്ന അപ്പോസ്തലൻ യേശുവിനെ സ്നേഹിച്ചു. അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പോലും അവർ കർത്താവായ യേശുവിനുള്ള സ്നേഹത്തിന് ആര് എന്ത് തന്നെ വേർപെടുത്തുന്ന റോമർ 8 പറഞ്ഞാൽ, എൻ്റെ ദൈവം ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ഇത് നമ്മൾ കാണുന്നത് യോഹന്നാൻ, കർത്താവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ യേശുവിനെ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിച്ച ശിഷ്യൻ തന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹത്തിന് മത്സരിക്കുകയാണ്. അപ്പോസ്തലൻ ഇപ്പോൾ പറയാണ്, എല്ലാവരെയും കൂടുതലായിട്ട് യേശുവിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു, പത്രോസിനേക്കാളും യോഹന്നാനേക്കാളും ഒക്കെ കൂടുതൽ ഞാൻ അധ്വാനിച്ചു എന്ന് ഈ പൗലോസ് അവകാശം. എന്നിട്ട് പറയാണ്, മറ്റെല്ലാവരെക്കാളും കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ, എന്നിലുള്ള 11 kV, എന്നിലുള്ള പരിശുദ്ധാത്മ ശക്തി, എന്നിലുള്ള ദൈവ സ്നേഹമാണ് അത് പ്രവർത്തിച്ചത്. ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ആ ശക്തിയാണ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരം തളർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പ്ലഗ് ഇൻ ചെയ്യുന്ന പരിശുദ്ധാത്മ ശക്തി നമ്മളെ ഉണർത്തുന്നു. ഓരോ പ്രഭാതത്തിൽ, ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് പറയുക. പൗലോസ് ഓർപ്പിക്കണം. നമ്മളിന്ന് പ്രഭാതത്തിലെ പ്രാർത്ഥന ഷിക്കാഗോയിൽ നിന്നും ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി, അല്ലെ, ഷിക്കാഗോയിൽ നിന്ന് പ്രാർത്ഥന തോമസ് ചെറുപ്പുറവും മേരി, ആ കുടുംബം, അല്ലേ, മക്കള് ജോർജും ജെയിംസും ഒക്കെ നന്ദി പറഞ്ഞ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ കൊച്ചുമക്കളെ എല്ലാവരും ഓർത്ത് ഈശോയുടെ സ്നേഹത്തില് ഇന്ന് തോമസ് ഓർപ്പിച്ചത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. കാരണം എന്താണെന്നറിയാം, ഞാനിതേക്കുറിച്ച് ചിന്തിച്ചതുമാണ്. രാവിലെ തോമസ് സങ്കീർത്തനം 91 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും കിട്ടും ഇതിനകത്തെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നമ്മൾ തോമസ് വായിച്ച സങ്കീർത്തനം 91 ഒരു വചനം അതിൻ്റെ ഹൃദയത്തിൽ എന്താ അവിടെ സങ്കീർത്തനം 91:14, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ
ഈ യോഹന്നാൻ കർത്താവ് നെഞ്ചോട് ഒട്ടിയിരുന്നത് പോലെ, ഈ പൗലോസ് കർത്താവിന് ഒട്ടിയിരുന്നത് പോലെ, അനേക വിശുദ്ധർ ഒട്ടിയിരുന്നത് പോലെ, സംഗീതത്തിലെ 91 ദാവീദ് പറയുകയാണ്, ഞാൻ ഇത്രമാത്രം പാപം ചെയ്തെങ്കിലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. പ്രിയമുള്ളവരെ, യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, കാരണം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ അതിനേക്കാളും വലിയ അത്ഭുതം എന്താ? അവിടെ യേശുവിന്റെ പാദങ്ങളിൽ ഒരു സ്ത്രീ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പാപിനിയായ ഒരുവള്. ലൂക്കാ 7-ാമത്തെ അധ്യായത്തിൽ പാപിനിക്ക് മോചനം എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൾ ആ പട്ടണത്തിലെ ഒരു വേശ്യയാണ്. പട്ടണത്തിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു വേശ്യയാണ് അവള് എന്ന് പറയുമ്പോൾ അത് വിധിച്ചു പറയല്ല, അങ്ങനെ ആയപ്പോൾ അനേകർ അവളെ അങ്ങനെ ആക്കി. ഇവിടുന്ന് അങ്ങനെ അറിയപ്പെടുന്ന ഒരു വേശ്യയെന്ന്. അപ്പൊ അവളെന്ന് യേശുവിന്റെ അടുത്തേക്ക് വന്ന് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ട്, പാപികളെ തേടി വരുന്ന യേശുവിന്റെ സ്നേഹം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് പറയുക. ലൂക്കാ 7-ാമത്തെ അധ്യായം 36 തൊട്ട്, ഫരീസേയരിൽ ഒരുവന്, ശിമയോൻ എന്ന പേരുള്ള ഒരു ഫരീസേയൻ യേശുവിനെ തന്നോടത്ത് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരീസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവന്റെ പിന്നിൽ, നമുക്കറിയാം അവിടെയും കയറാൻ യാതൊരു യോഗ്യതയില്ല, കാരണം ആൾക്കാരെല്ലാം കൂടെ കല്ലെറിയും. അതുകൊണ്ട് അവൾ യേശുവിന്റെ പിന്നിൽ, ആരും അറിയാതെ യേശുവിന്റെ പിറകിൽ, യേശുവിന്റെ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. നോക്കണം, കരഞ്ഞുകൊണ്ട് നിൽക്കണം. ഇങ്ങനെ നമ്മുടെ കുമ്പസാരക്കൂട്ടിൽ പോയി നമ്മൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്, അല്ലേ? കുമ്പസാരക്കൂട്ടിൽ എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ഇതാണ് നമ്മൾ കുമ്പസാരത്തിന്. ഇതായിരുന്നു ആ മകളുടെ, ഈ പാപിനിയായ സ്ത്രീയുടെ ഉള്ളിലുണ്ടായിരുന്ന മനോഭാവം. ഇതാണ്, കരയുകയാണ്. എനിക്ക് തെറ്റിപ്പോയി, പല കാര്യങ്ങളാൽ ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനീര്, അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര്. അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. അനുതാപ കണ്ണുനീര് കൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും അവസാനം അവൾ അവന്റെ പാദങ്ങളിൽ ഇരുന്ന് ആ പാദങ്ങളിലേക്ക് തല ചായച്ചു വെച്ചുകൊണ്ട് ഏങ്ങി കരയുകയാണ്. അവളുടെ കണ്ണുനീര് വീണ് യേശുവിന്റെ പാദം മുഴുവനും നനഞ്ഞു. അതിനുശേഷം അവൾ ചെന്താന്നറിയാം, പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. അവള് സുന്ദരിയായിരുന്നു. അവളെ കണ്ടവരൊക്കെ പറഞ്ഞു നീ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞാണ് ആദ്യം ആരൊക്കെ അവളെ വീഴ്ത്തിയത്. പിന്നെ അവളെ ദുരുപയോഗിച്ചു. പിന്നെ അവളുടെ ജീവിതം പോയി. അവളുടെ ജീവിതം, അവളുടെ മനോഹരമായ നീണ്ട മുടിയുള്ളവളായിരുന്നു അവള്. അവള് അഹങ്കരിച്ചിരുന്ന ആ മുടിയിലെ സൗന്ദര്യത്തെ കുറിച്ച്. നിന്റെ മനോഹരമായ മുടി അവളെ പലപ്പോഴും അനേകർ ആകർഷിക്കപ്പെട്ട് പാപത്തിന് ഇടയായ സാഹചര്യം ഞാൻ പറഞ്ഞു വരുന്ന പ്രിയമുള്ളൊരു പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നു. അവളെന്താ ചെയ്തത്? അവൾ കണ്ണുനീര് കൊണ്ട് അവന്റെ പാദം കഴുകിയിട്ട് തലമുടി കൊണ്ട് അവന്റെ പാദം തുടച്ചു. ഈ മുടിയാണ് എന്നെ പാപത്തിലേക്ക് നയിച്ചതെങ്കിൽ ഇത് ഞാൻ നിന്റെ പാദങ്ങളിൽ ഇപ്പോൾ അടിയറ വെക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ പാപത്തിന്റെ അവസ്ഥകളോടുകൂടി നിന്റെ പാദങ്ങളിൽ ഞാൻ അടിയറ വയ്ക്കുന്നു. പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. ഓർത്തേക്ക്, ഓരോ ചുംബനവും യേശുവിന്റെ പാദങ്ങൾ അർപ്പിച്ചപ്പോൾ ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല,
ഇനിമേൽ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ വിശുദ്ധിയിൽ ഞാൻ ജീവിക്കുമെന്നുള്ള ഏറ്റുപറച്ചിലായിരുന്നു ഓരോ ചുംബനവും യേശുവിന്റെ പാദങ്ങൾ അവൾ അർപ്പിച്ചത്. നമ്മുടെ കുമ്പസാരം ഇത് തന്നെയല്ലേ? നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നത് അങ്ങനെയല്ലേ ആയിരിക്കേണ്ടത്? ഇത് കണ്ടപ്പോൾ ആ ഫരീശൻ ശിമയോൻ ഇത് കണ്ട് ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, സ്വഗതമായി പറഞ്ഞു, ഇവനൊരു പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു കടക്കാരന് ഒരു കടം കൊടുക്കുന്നവന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റൊരുവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാതിരുന്നത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളവ് ചെയ്ത് കൊടുത്തു. ഇതല്ലേ കുമ്പസാരക്കൂട്ട്? ഒരു തരത്തിൽ നമുക്ക് യേശു ക്രിസ്തു ഒരു തിരുസഭയിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ യേശു നമ്മളോട് ക്ഷമിച്ച ക്ഷമയുടെ കാൽവരി കുരിശിന്റെ യോഗ്യത സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കൂദാശയാണ് സാക്രമെന്റ് ഓഫ് റെക്കൺസിലിയേഷൻ, കുമ്പസാരം എന്ന കൂദാശ. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ഫരീശന് ശിമയോൻ മറുപടി, ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവനെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. കുമ്പസാരം സ്നേഹത്തിൻ്റെ ഒരു കൂദാശയാണ്. ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്ന് പറയുന്ന അവസ്ഥ, സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട്. യേശുവിൻ്റെ പാദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിച്ചേർന്നിരുന്നതിനാൽ ഞാൻ അവനെ വിടുവിക്കും. യേശുവിൻ്റെ പാദങ്ങളിൽ തിരുസഭയിൽ നമുക്ക് അവനോട് ഒട്ടിച്ചേർന്നിരിക്കാം, അവൻ്റെ ആത്മാവിൽ ഒന്നായിരിക്കാം. ആ സ്ത്രീയോട് അവൻ പറഞ്ഞു, നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.